ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത് ഏപ്രിൽ 16-ാം തീയതി. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ലേവ്യ പുസ്തകം 12-ാമത്തെ അധ്യായമാണ്. ഇതൊരു രസകരമായ അധ്യായമാണ്. ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്നും ആളുകൾക്ക് മനസ്സിലാകുന്നില്ലേ, എനിക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ്, പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ കൂടുതൽ ദിവസങ്ങൾ അശുദ്ധരായിരിക്കണം, ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ ഈ അധ്യായത്തിൽ കൊടുത്ത പെൺപ്രസവത്തിൻ്റെ അശുദ്ധിപത്രം ദൈവകരുണയുടെ സ്നേഹപത്രം, അങ്ങനെയാണ് ഈ അധ്യായം എന്ന് പറയുന്നത്. ദൈവകരുണയുടെ സ്നേഹപത്രമാണ്. ഒരു യഹൂദ സ്ത്രീ ആൺകുട്ടിയെ പ്രസവിച്ചാൽ അവൾ 7 ദിവസം അശുദ്ധയും അവൾക്ക് 33 ദിവസം ശുദ്ധീകരണ കാലവുമാണ്. എന്നാൽ കുട്ടി പെണ്ണായി പോയാൽ അവൾ 14 ദിവസം അശുദ്ധയും അവൾക്ക് 66 ദിവസം ശുദ്ധീകരണ കാലവും. ആളുകൾ ചോദിക്കാറുണ്ട്, ഇതെന്തൊരു അനീതിയാണ്. പെണ്ണിനെ പ്രസവിച്ച് പോയെന്ന് വിചാരിച്ച് ഇരട്ടി ദിവസം 14 ദിവസം അശുദ്ധിയായിരിക്കണം, ആണിനെ പ്രസവിച്ച് 7 ദിവസം ഉള്ളൂ, അതെന്താണ്? അതുപോലെ ആൺകുട്ടിയെ പ്രസവിച്ചാൽ 33 ദിവസം ശുദ്ധീകരണ കാലമാണ്, പെൺകുട്ടിയെ പ്രസവിച്ച് 66 ദിവസം ശുദ്ധീകരണ കാലമാണ്. അതെന്തൊരു കാര്യമാണ്? ഞാൻ വിചാരിക്കുന്നു ദൈവത്തിൻ്റെ കരുണയുടെ വലിയൊരു പ്രകടനമാണ് ഇവിടെ കാണുന്നത്. കാരണം എന്താ? ആൺകുട്ടി ജനിക്കുമ്പോൾ ഇസ്രായേലിൽ ആഹ്ലാദമാണ്, ഉത്സവമാണ്. ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീക്ക് പ്രത്യേക സംരക്ഷണമാണ്. അയ്യോ, ഒരു ആൺകുട്ടിയെ പ്രസവിച്ച് രണ്ടാമത്തേതുമാണ്, മൂന്നാമത്തേതാണ്, എന്തൊരു നല്ല ഭാര്യയാണ്, എന്തോ ഒരു നല്ല മരുമകളാണ്, എന്തോ ഒരു നല്ല നാത്തൂനാണ്, അവളെ കൊണ്ടൊരു ജോലിയും ചെയ്യിക്കില്ല, അവൾക്കെല്ലാം ചെയ്തു കൊടുക്കും. എന്നാൽ ഇവൾ പ്രസവിച്ച ആദ്യത്തെ പെണ്ണാണ്, ശപിക്കപ്പെട്ടവളാണ്, അവളെ യാതൊരു വിശ്രമവും കൊടുക്കില്ല, അവൾക്ക് യാതൊരു അനുഗ്രഹവും ഇല്ല. രണ്ടാമത്തേതൊരു പെണ്ണാണെങ്കിൽ പറയുകയും വേണ്ട, മൂന്നാമതൊരു പെണ്ണാണെങ്കിൽ തീർന്നവളെ, അവൾ തീർന്നു. പക്ഷേ ദൈവം കരുണയുള്ളവനാണ്. ദൈവം പറഞ്ഞു, ആൺകുട്ടി ജനിക്കുമ്പോൾ സ്ത്രീകൾക്ക് എല്ലാ അനുമോദനങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും നൽകും, പെൺകുട്ടി പ്രസവിക്കുമ്പോൾ ഇല്ല. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ആൺകുട്ടി പ്രസവിക്കുമ്പോൾ 7 ദിവസം അശുദ്ധിയായിരിക്കുകയാണെങ്കിൽ നീ പെൺകുട്ടിയെ പ്രസവിക്കുമ്പോൾ 14 ദിവസം മാറിയിരുന്നു. കാരണം നിനക്ക് പിന്നെ വിശ്രമം കിട്ടത്തില്ല. 14 ദിവസം നീ മാറിയിരുന്നു. അതുപോലെ 66 ദിവസം നീ ശുദ്ധീകരണ കാലമാണ്, നിനക്ക് ഒന്നിലും തൊടാനും എടുക്കാനൊന്നുമില്ല, വെറുതെ ഇരുന്നുകൊണ്ട് നീ അവിടെ ഇരുന്നു. ആൺകുട്ടിയെ പ്രസവിച്ചാൽ സൂപ്പുണ്ട്, ദേഹ്യമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. പെണ്ണിനെ പ്രസവിച്ചാൽ അതൊന്നുമില്ലല്ലോ. കാരണം അവൾ പെണ്ണിനെയല്ലേ പ്രസവിക്കുന്നത്. അതുകൊണ്ട് ദൈവം കാണിച്ച കരുണയാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ കരുണയുടെ വലിയൊരു പ്രകടനമാണിതെന്ന് ഞാൻ പറയട്ടെ. ഭർത്താവിൻ്റെ സ്നേഹവും അമ്മായിമ്മയുടെ കരുതലും എല്ലാം ആൺകുട്ടിയെ പ്രസവിച്ചാൽ കിട്ടും. പെണ്ണിനെ പ്രസവിച്ചാൽ അമ്മായിമ്മയുടെ സ്നേഹവും ഒരു വിമർശനമേ ഉള്ളൂ, ഇവളെ കൊള്ളില്ലെന്ന് പറയും, ഇവളെ കൊണ്ട് കളയാൻ പറയും, ഉപേക്ഷിക്കാൻ പറയും. ഏത് കാരണം ചൊല്ലി ഉപേക്ഷിക്കുന്ന രീതിയായിരുന്നല്ലോ ഇസ്രായേലിലുണ്ടായിരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മഹാകരുണയാൽ പെൺകുട്ടിയെ പ്രസവിക്കുമ്പോൾ സ്ത്രീക്ക് 80 ദിവസം വിശ്രമമുണ്ട്. ആണിനെ പ്രസവിച്ചാൽ എല്ലാം കൂടെ 40 ദിവസമേ ഉള്ളൂ, എല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ. അപ്പോൾ ആണിനെ പ്രസവിച്ചവൾക്ക് ഭർത്താവിൻ്റെ പ്രത്യേക സ്നേഹമുണ്ട്, അമ്മായിമ്മയുടെ സ്നേഹമുണ്ട്. പെണ്ണിനെ പ്രസവിച്ചാലോ ആരുണ്ട് കരുതാൻ? ഇതറിഞ്ഞ ദൈവം ഞാൻ വിചാരിക്കുന്നു അവൾക്കായി പ്രത്യേകം കരുതി. പെൺകുട്ടിയെ പ്രസവിച്ചാൽ നീ 80 ദിവസം വിശ്രമിച്ചോ മോളെ. പെൺകുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന സ്ത്രീകളോടുള്ള ദൈവത്തിൻ്റെ പ്രത്യേക കരുണയാണ് എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. അല്ലാതെ എന്താ, പെൺകുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതുകൊണ്ട് ഏതാണ്ട് കൂടുതൽ അശുദ്ധിയുണ്ടോ? ഇതുവരെ ആരും ഒരു വൈദ്യശാസ്ത്രം ഒരു അശുദ്ധിയും കണ്ടിട്ടില്ല പെണ്ണിനെ പ്രസവിക്കുന്നവർക്ക്. അപ്പോൾ പെൺകുട്ടിയെ പ്രസവിച്ചാൽ അശുദ്ധി കൂടുതലുണ്ടെന്ന് പറയുവാൻ വേറെ കാരണം വല്ലതും ഉണ്ടോ എന്ന് ദൈവത്തിനല്ലാതെ മനുഷ്യർക്കാർക്കും അറിയില്ല. ഇന്നേ വരെ ഒരു വൈദ്യശാസ്ത്രം അതേക്കുറിച്ചൊന്നും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ പ്രത്യേക അശുദ്ധിയൊന്നും ഉള്ളത് കൊണ്ടല്ല. ഞാൻ വിചാരിക്കുന്നു ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണയുടെയും കരുതലിൻ്റെയും അടയാളമായിട്ടാണ് തിരിക്കുന്നത്. പെൺകുഞ്ഞിനെ പ്രസവിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൽ അശുദ്ധിപത്രമാണ്, അവളെ കൊള്ളുകയില്ല. ഹെൻറി 8-ാമന് 3-4 ഭാര്യമാരുണ്ടായിരുന്നു. എല്ലാം ഈ ആണിനെ പ്രസവിച്ചാലെന്നുള്ളതാണ്. ആണിനെ പ്രസവിക്കാത്തവരെ അശുദ്ധരാണ്, അവർ കൊള്ളരുതാത്തവരാണ്, അവരെ പാവം ചെയ്യുന്നവരാണ്, ചിലരെയൊക്കെ തലവെട്ടിക്കൊന്നു, ചിലരെയൊക്കെ ഉപേക്ഷിച്ചു, അല്ലേ? എന്താ അവരുടെ കുറ്റം? ആണിനെ പ്രസവിച്ചില്ല, പെണ്ണിനെയാണ് പ്രസവിച്ചത്. അതിപ്പോൾ പെണ്ണിനെ പ്രസവിക്കുന്നു, ആണിനെ ആണാന്നോ പെണ്ണാണോ കുട്ടിയെന്ന് നിശ്ചയിക്കുന്ന പെണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടല്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷേ അവർക്കാണ് കുറ്റമെല്ലാം കിട്ടുന്നത്, കുറ്റമെല്ലാം കിട്ടുന്നത് അവർക്കാണ്. അതെ, പക്ഷേ ദൈവം അങ്ങനെയല്ല. ദൈവം ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാത്തവരാണ്. പക്ഷേ നീ ആണിനെ പ്രസവിച്ചുകൊണ്ട് കൂടുതൽ കരുതൽ കൊടുക്കുമെങ്കിൽ ഞാൻ പെണ്ണിനെ പ്രസവിച്ചുകൊണ്ട് ആ കരുതൽ അവർക്ക് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ദൈവമാണ്. ഭാര്യമാർക്ക് തുല്യ കരുതൽ നാം നൽകേണ്ടതാണ്. പ്രസവിച്ച സ്ത്രീയോടുള്ള മനോഭാവം ജനിച്ച കുഞ്ഞുങ്ങളുടെ ലിംഗാടിസ്ഥാനത്തിൽ മാറരുത്, അത് തെറ്റാണെന്ന് ഞാൻ പറയട്ടെ. കുട്ടിയാണോ പെണ്ണോ ആയിരിക്കട്ടെ, അമ്മയെന്നും അമ്മയാണ്, അമ്മ സഹിച്ച സഹനം എന്നും ഒന്നാണ്. അതുകൊണ്ട് നീതിപൂർവമല്ലാത്തതായിരിക്കുന്ന കരുതലും കരുതില്ലായ്മയും ഒന്നും വേണ്ട.
അമ്മയെന്ന നിലയിൽ അവൾക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന എല്ലാ ആദരവും ലഭിക്കണം. കുട്ടിയാണോ പെണ്ണോ ആകട്ടെ. നമ്മുടെ ചിന്താഗതികളിൽ ഒരു വലിയ വ്യത്യാസം വരേണ്ടത് ആവശ്യമാണ്. ആ വ്യത്യാസം നാം വരുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന പരിഗണന നമുക്ക് ലഭിക്കുവാൻ കഴിയാതെ പോകും. അതുകൊണ്ട് വിശ്വാസികളായ നാം ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസങ്ങൾ കൂടാതെ മക്കളെന്നവരെ കാണുക. ദൈവം തന്ന കുഞ്ഞുങ്ങൾ, ദൈവം തന്ന മക്കൾ, ആണായാലും പെണ്ണായാലും. ഈ ലോകത്തിൽ ആണ് മാത്രമായാലും ഈ ലോകം എന്തായിരിക്കും? എല്ലാവരും ആൺകുട്ടികളെ മാത്രമേ പ്രസവിക്കൂ. എന്തായിരിക്കും സ്ഥിതി? ഈ ലോകത്തിൽ പെണ്ണ് മാത്രമായ സ്ഥിതി ഇതെന്തായിരിക്കും? ഒരാണിനൊരു പെണ്ണ് വേണം. അപ്പോൾ എവിടെയെങ്കിലും ഒരു ആൺകുട്ടിയെ പ്രസവിച്ചാൽ എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയെ പ്രസവിച്ചേ വെക്കൂ. ഈ ആൺപെണ്ണ് റേഷ്യൊക്കെ നോക്കുമ്പോൾ പെണ്ണാണ് കൂടുതലെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് പെണ്ണ് കൂടുതൽ ആകുന്നത്? ഒരുപക്ഷെ ദൈവത്തിൻ്റെ പെൺകുട്ടികളോട് കൂടുതൽ സ്നേഹമുണ്ട്, അതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണല്ലോ, ദൈവം സ്നേഹിക്കുന്നതിനെയാണല്ലോ കൂടുതൽ നൽകുന്നത്. അതിനൊക്കെ വേറെ കാരണം മോർട്ടാലിറ്റി റേറ്റ് വരുമ്പോൾ പണ്ടത്തെ കാലത്ത് പെൺകുട്ടികൾക്കാണ് സ്ത്രീകൾക്കാണ് കൂടുതൽ മോർട്ടാലിറ്റി. പ്രസവത്തിൽ ഒരുപാട് സ്ത്രീകൾ മരിക്കുമായിരുന്നു. അപ്പനായതുകൊണ്ട് മരിക്കുന്ന പുരുഷന്മാരില്ലല്ലോ, അമ്മയായതുകൊണ്ട് മരിക്കേണ്ടി വരുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പോപ്പുലേഷൻ ദൈവം തീർച്ചയായിട്ടും കൂടുതൽ വെച്ചു എന്നുള്ള ദൈവത്തിൻ്റെ കരുണയുടെ കൃപയാണ്. അപ്പോൾ നാം ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം ചിന്തിക്കുന്നത്. നാം ദൈവം ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ സമൂഹത്തിൽ സമത്വവും സ്നേഹവും ഉണ്ടാകുവാൻ സാധ്യമാകൂ. ദൈവമക്കളായിരിക്കും നമുക്ക് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളെ അംഗീകരിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.